എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ശ്രീബുദ്ധൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അങ്ങനെ സിദ്ധാർത്ഥൻ 7-ാം വയസ്സിൽ തന്നെ രാജകുമാരൻ വളരെ സമർത്ഥമായി ആയോധന കലയും സാമൂഹ്യശാസ്ത്രവും പഠിക്കുവാൻ ആരംഭിച്ചു. പക്ഷേ സാവധാനം അവൻ്റെ ചിന്ത തൻ്റെ ചുറ്റുപാടുമുള്ള ജീവിത സംബന്ധിയായ കാര്യങ്ങളിലേക്ക് തിരിയാണ്. ഒരു ശരത്കാല ദിവസം അവൻ അച്ഛനുമൊത്ത് കൊട്ടാരത്തിന് വെളിയിൽ നടക്കാൻ പോയി. ആ വേളയിൽ കുമാരൻ്റെ ശ്രദ്ധ പറന്നു വരുന്നൊരു പക്ഷിയിലേക്ക് തിരിഞ്ഞു. അവൻ അതിനെ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. ആ പക്ഷി കർഷകൻ ഉഴുതുമറിച്ച് ഇട്ടുകൊണ്ടിരുന്ന പാടത്തിൽ നിന്ന് ഒരു ചെറിയ മണ്ണിരയെ കൊത്തിയെടുത്ത് കൊണ്ടുപോകുന്നത് അവൻ കാണുക. ഇത് കണ്ട രാജകുമാരൻ ഗാഢചിന്തയിൽ ആണ്ടുപോയി. ഒരു മരച്ചുവട്ടിലിരുന്ന് ജീവിതത്തിൽ നടക്കുന്ന ഈ പ്രതിഭാസത്തെക്കുറിച്ച് അവനിങ്ങനെ ചിന്തിച്ചു. ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും അന്യോന്യം കൊല്ലുമോ? സ്വന്തം മാതാവിനെ വളരെ ചെറിയ പ്രായത്തിൽ നഷ്ടമായ രാജകുമാരൻ പ്രകൃതിയിൽ സ്വാഭാവികമായിട്ടിങ്ങനെ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ കണ്ട് വളരെയധികം വ്യാകുലചിത്തനായി വിഷമിക്കുകയാണ് അവൻ ഇതൊക്കെ കണ്ടിട്ടേ. അത്തരം സന്ദർഭങ്ങളിൽ നിന്ന് ഉളവാകുന്ന ഒരു ആത്മീയ വേദന അവൻ്റെ മനസ്സിനെ ദിവസം ചെല്ലുന്തോറും ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒരു ചെറിയ മരത്തിന് സംഭവിക്കുന്ന നിസ്സാരമായ ക്ഷതം, മുറിവ് മുതൽ മനുഷ്യജീവിതത്തിൻ്റെ നാനാവിധങ്ങളായ ദുഃഖങ്ങളെക്കുറിച്ചുള്ള ചിന്ത അവൻ്റെ മനസ്സിനെ തീവ്രമായി അലട്ടിക്കൊണ്ടിരുന്നു. രാജകുമാരനിൽ വന്ന ഇത്തരം മാറ്റങ്ങളും അസത മഹർഷിയുടെ പ്രവചനവും മഹാരാജാവിനെ വളരെ വ്യാകുലചിത്തനാക്കി. ഒരു പ്രവചനമൊക്കെ മുമ്പേ ഉണ്ടായിരുന്നെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അദ്ദേഹം അവനെ ലൗകിക ജീവിതത്തിൻ്റെ പാതയിൽ കൊണ്ടുവരുവാനും ആ സുഖങ്ങൾ ആസ്വദിക്കുവാനും പ്രേരിപ്പിച്ചു. വിവാഹമൊക്കെ കഴിച്ച്, കാരണം രാജ അധികാരം കൈമാറണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി അതൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ട് രാജകുമാരന് 19 വയസ്സുള്ളപ്പോൾ യശോധര എന്ന പേരുള്ള ഒരു രാജകുമാരിയായിട്ട് വിവാഹം നിശ്ചയിച്ചു. അവൾ ഈ ദേവദാഹ കൊട്ടാരത്തിൻ്റെ അധിപനും മഹാറാണി മായാദേവിയുടെ സഹോദരനുമായ സുപ്രബുദ്ധൻ്റെ പുത്രിയുമായിരുന്നു. അങ്ങനെ തുടർന്ന് വന്ന 10 വർഷം ഈ സിദ്ധാർത്ഥ രാജകുമാരൻ വിവിധ വിനോദങ്ങളിൽ ഏർപ്പെടുകയും ജീവിതത്തിൻ്റെ സുഖാലോലുപതയിൽ മുഴുകുകയും ലൗകിക ജീവിതമായിട്ട് ഇഴുകിച്ചേരുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. എന്നിരുന്നാലും കുമാരൻ്റെ മനസ്സ് മനുഷ്യജീവിതത്തെക്കുറിച്ചും ജീവിതത്തിലെ ദുഃഖങ്ങളെക്കുറിച്ചും അത്യന്തം വേദനിക്കുകയായിരുന്നു. വ്യാകുലപ്പെടുകയും വ്യസനിക്കുകയും ആ ചിന്തയിൽ പലപ്പോഴും ഗാഢമായി ഇങ്ങനെ വ്യാപൃതനാകുകയൊക്കെ ചെയ്യുന്നൊരു മനസ്സായിരുന്നു സിദ്ധാർത്ഥൻ്റെ. അദ്ദേഹത്തിൻ്റെ ജ്ഞാനതൃഷ്ണ, അറിവ് വേണമെന്നുള്ള ആഗ്രഹം ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തെ മനസ്സിലാക്കാൻ കഠിന ശ്രമം നടത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ രാജകുമാരൻ ചിലപ്പോൾ അതിനെക്കുറിച്ച് തീവ്രമായി ചിന്തിച്ച് കൊട്ടാരത്തിലെ സുഖജീവിതം, തൻ്റെ യൗവനയുക്തമായ ശരീരം, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒഴുകി നീങ്ങുന്ന ലൗകിക വസ്തുക്കളുടെ സന്ദർഭങ്ങളുടെയൊക്കെ പരമ്പര, അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ അടുത്തത്, അല്ലേ, അങ്ങനെയല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നൊരു മനസ്സാണ് അദ്ദേഹത്തിൻ്റെ. ഇതിനെല്ലാം എന്താ അർത്ഥമുള്ളത്? ഇതൊക്കെ എന്താണ് വെളിവാക്കുന്നത്? അവയ്ക്ക് എന്തെങ്കിലും വിധത്തിൽ നിരന്തരമായി നിലനിൽപ്പുണ്ടോ? ഒരു ദിവസം എല്ലാവരും രോഗികളാവും, എല്ലാവരെയും വാർദ്ധക്യം ബാധിക്കും, മരണത്തിൽ നിന്ന് ആർക്കും മോചനമില്ല. അതുകൊണ്ട് തുടിക്കുന്ന നിത്യ യൗവനത്തെ നിരന്തരമാക്കാനുള്ള അമിത ആഗ്രഹവും സ്വന്തം ശേഷിയെക്കുറിച്ചുള്ള അഹന്തയും ജീവിത സൗകര്യങ്ങളെക്കുറിച്ചുള്ള അഭിമാനവും മറ്റും ചിന്തിക്കുന്ന ആ ഒരു ചിന്തയുണ്ടല്ലോ, അത് ആളുകൾ ഉപേക്ഷിക്കണം. ഇതൊക്കെ സിദ്ധാർത്ഥൻ്റെ ചിന്തകളാണ് കേട്ടോ. നിലനിൽപ്പിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു മനുഷ്യൻ എന്തെങ്കിലും മൂല്യമുള്ള വസ്തുക്കളെ തിരഞ്ഞുകൊണ്ടിരിക്കും. ഈ തിരച്ചിൽ 2 വിധമുണ്ട്. ഒന്ന് സുഖത്തിൻ്റെ മാർഗത്തിലേക്കും മറ്റൊന്ന് ദുഃഖത്തിൻ്റെ മാർഗത്തിലേക്കും, അല്ലേ. നമ്മളിങ്ങനെ ഓരോ പാതകൾ സെലക്ട് ചെയ്ത് പോകുമ്പോൾ നമുക്കൊന്നുകിൽ സുഖം കിട്ടും, അല്ലെങ്കിൽ ദുഃഖമാണ് കിട്ടുക. അറിഞ്ഞുകൊണ്ടല്ല, അങ്ങനെയാണ് സംഭവിക്കുക. അവൻ ദുഃഖത്തിൻ്റെ മാർഗത്തെപ്പറ്റിയും ദുഃഖമുണ്ടാക്കുന്ന വസ്തുക്കളെപ്പറ്റിയും അറിഞ്ഞിരുന്നാൽ രോഗം, വാർദ്ധക്യം, മരണം എന്നിവ ജീവിതത്തിൻ്റെ അനിവാര്യ ഘടകങ്ങളാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കും. എന്നാൽ മറിച്ച്
സാധാരണയായി അവൻ എപ്പോഴും സുഖത്തിൻ്റെ മാർഗത്തെയും അവയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നതുമായ വസ്തുക്കളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ സിദ്ധാർത്ഥൻ്റെ ചിന്തകളിലൂടെ ഞാനിങ്ങനെ സഞ്ചരിക്കുകയാണ്. അതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. മനുഷ്യൻ ശരിയായ മാർഗത്തിൽ ശരിയായ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അവനെ രോഗത്തിൻ്റെയും വാർദ്ധക്യത്തിൻ്റെയും മരണത്തിൻ്റെയും മറ്റും ശരിയായ കാരണങ്ങൾ മനസ്സിലാകും. മാത്രമല്ല അവൻ ജീവിത ദുഃഖങ്ങൾ മറികടക്കുന്നതിനുള്ള വഴികൾ സ്വയം അന്വേഷിച്ച് കണ്ടുപിടിക്കും. എന്നാൽ അവൻ തൻ്റെ ആനന്ദകരമായ ജീവിതത്തിനിടയ്ക്ക് ദുഃഖമുളവാക്കുന്ന അത്തരം ഈ ദുഃഖമാർഗത്തെക്കുറിച്ചുള്ള ചിന്തകളെ മാറ്റി നിർത്തുവാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള ആത്മീയ സംഘർഷങ്ങൾ രാജകുമാരൻ്റെ മനസ്സിലെ ഒരു പുത്രൻ ജനിക്കുന്നത് വരെ നിരന്തരമായി അലതല്ലിയിരുന്നു. രാജകുമാരന് 29 വയസ്സായി. അങ്ങനെ ആ വയസ്സുള്ളപ്പോൾ രാഹുലൻ എന്ന പേരിൽ ഒരു പുത്രൻ ജനിക്കുകയാണ്. ഇത് സിദ്ധാർത്ഥ രാജകുമാരൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായി. അദ്ദേഹം തൻ്റെ ആത്മസംഘർഷങ്ങൾക്ക് ഒരു പരിഹാരം എന്ന നിലയിൽ ലൗകിക ജീവിതം അവസാനിപ്പിച്ചു. എന്നിട്ടോ സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുവാൻ തീരുമാനിക്കുകയാണ്. ഒരു ദിവസം രാത്രി തൻ്റെ പ്രിയപ്പെട്ട വെളുത്ത കുതിര കന്ദകയെയും തേരാളിയായ ചണ്ഡകനെയും കൂട്ടി കൊട്ടാരം വിട്ടു. അത് മറ്റൊരു ജീവിതത്തിൻ്റെ ആരംഭമാകാൻ നിമിത്തമായി. രാജകുമാരൻ്റെ മനസ്സ് പല പ്രലോഭനങ്ങൾക്കും വിധേയമായിട്ട് അവനോട് ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ട്. മനസ്സിൻ്റെ ഒരു ഭാഗം എന്താ ഉപദേശിക്കുന്നത്? നീ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവുക, അപ്പോൾ എന്തൊക്കെ സംഭവിക്കും? ഈ ലോകം മുഴുവനും അതിൻ്റെ സർവ്വ അധികാരങ്ങളും ഈ നിമിഷം തന്നെ നിനക്ക് കിട്ടുമല്ലേ? പക്ഷേ സിദ്ധാർത്ഥൻ ആ ഉപദേശം തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സന്യാസം സ്വീകരിക്കാനുള്ള തൻ്റെ തീരുമാനം ഉറച്ചതാണെന്ന് നിസ്സംശയം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷം അവൻ തൻ്റെ തലമുണ്ടനം ചെയ്തു ഒരു ഭിക്ഷാപാത്രം എടുത്ത് തെക്കു ദിശയെ ലക്ഷ്യമാക്കി യാത്രയാവുകയാണ്. പിന്നെ ഭാഗവ എന്നു പേരുള്ള ഒരു സന്യാസിയെയാണ് രാജകുമാരൻ ആദ്യം കാണുന്നത്. അദ്ദേഹത്തിൻ്റെ താപസ പരിശീലന രീതി മനസ്സിലാക്കിയ ശേഷം, അതായത് തപസ് ചെയ്യാനുള്ള രീതിയൊക്കെ മനസ്സിലാക്കിയ ശേഷം സിദ്ധാർത്ഥൻ അരത കളാമ എന്ന് പറഞ്ഞ ഒരു ഉദഹ രാമപുത്ര എന്നും പേരുള്ള 2 സന്യാസിമാരെ സമീപിക്കുന്നുണ്ട്. അവിടുന്ന് ധ്യാനം പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിനെ തുടർന്ന് കുറച്ചു കാലം അവരിൽ നിന്ന് വിവിധ ധ്യാന മാർഗങ്ങൾ അഭ്യസിച്ചു. അത്തരം ധ്യാന മാർഗങ്ങളിൽ നിന്നൊന്നും തൻ്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ലഭിക്കുക ഇല്ല എന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥൻ അവിടെ നിന്ന് വീണ്ടും മറ്റൊരു ദിശയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. അവസാനം അവൻ മഗധ എന്ന രാജ്യത്ത് സ്ഥിതി ചെയ്തിരുന്ന ഉരുവില്വ എന്ന വനത്തിലെ തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങി. ആ വനം നിരഞ്ജന നദിയുടെ തീരത്ത് ഗയ എന്ന സ്ഥലത്തിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. ഭയങ്കര കഠിന തപസ്സാണ് സിദ്ധാർത്ഥൻ ചെയ്തതെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് പിന്നീട് ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. ഒരു സന്യാസിയും ഇതിനു മുമ്പോ ഇപ്പോഴോ ഇതിന് ശേഷമോ ഇത്രയും കഠിനമായ താപസ പരിശീലനം നടത്തിയിട്ടില്ല. ആരെക്കൊണ്ടും ഇത്രയും ആത്മാർത്ഥമായ രീതിയിൽ താപസ പരിശീലനം നടത്താൻ സാധിക്കില്ല എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത്രയ്ക്കും ശ്രദ്ധയോടും സമർപ്പണ ബുദ്ധിയോടും കൂടിയാണ് സിദ്ധാർത്ഥൻ അത് ചെയ്തിട്ടുള്ളത്. ഇത്രയൊക്കെ സിദ്ധാർത്ഥനെ ഇതത്രയൊക്കെ ചെയ്തിട്ടും ഉദ്ദേശിച്ച ഫലം സിദ്ധിച്ചതായിട്ട് തോന്നിയില്ല. 6 വർഷത്തെ നിരന്തരമായ കഠിന പരിശ്രമത്തിന് ശേഷം അവൻ സന്യാസം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. ഈ തീരുമാനത്തിന് ശേഷം അവൻ ഒരു ദിവസം കുളിക്കുവാനായി അടുത്തുള്ള നദിയിലേക്ക് പോയി. അവിടെ വെച്ച് സുജാത എന്ന പെൺകുട്ടിയിൽ നിന്ന് ഒരു പാത്രം പാല് ഭിക്ഷയായി കുടിക്കുവാനായിട്ട് വാങ്ങി. അപ്പോൾ അവളുടെ വീട് നദിയുടെ അടുത്തുള്ള ഒരു ഗ്രാമത്തിലായിരുന്നു. അപ്പോൾ സിദ്ധാർത്ഥൻ്റെ കൂടെ ഇങ്ങനെ 6 വർഷം തപസ് പരിശീലിച്ച 5 സഹചാരികൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയിൽ നിന്ന്, ഒരു സ്ത്രീയിൽ നിന്നൊക്കെ ഇങ്ങനെ ഇത് വാങ്ങി കുടിക്കുക, അതൊന്നും സന്യാസിമാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അത് കണ്ടിട്ട് അവർ കുപിതരായി, ദേഷ്യം വന്നിട്ട് സിദ്ധാർത്ഥനുമായിട്ടുള്ള സഹവാസം അവിടെ അവസാനിപ്പിച്ചിട്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇത് സന്യാസത്തിൽ ഇത് നിഷിദ്ധമാണ്. ഇങ്ങനെ വേറൊരു സ്ത്രീയിൽ നിന്നോ അല്ലെങ്കിൽ വ്യക്തിയിൽ നിന്നോ ഇങ്ങനെ ഭക്ഷണമൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത്
നിഷിദ്ധ ആയതുകൊണ്ട് അവർക്ക് ദേഷ്യം വന്ന് പോയതാണ്. പക്ഷേ സിദ്ധാർത്ഥൻ്റെ മനസ്സ് അന്നും അദ്ദേഹത്തിന് ഉദ്ദേശിച്ച പദവി മാനസികമായി കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കുമ്പോഴും അദ്ദേഹം മറ്റ് സന്യാസിമാരെക്കാൾ ആത്മീയമായി മാനസികമായി ഒരു പടി ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം യാതൊരു മടിയും ഇല്ലാതെ ആ സ്ത്രീയിൽ നിന്ന് ആ പാല് വാങ്ങിച്ച് കുടിക്കുന്നത് തന്നെ. എന്നാൽ തൻ്റെ മുന്നിൽ വന്ന ഓരോ വെല്ലുവിളികളും സന്യാസ ജീവിതത്തിലേക്കുള്ള അവൻ്റെ ദൃഢനിശ്ചയവും പ്രതീക്ഷകളും ഉദ്ദീപിക്കാനേ സഹായിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഏകനും ഒറ്റയ്ക്കാണ് ക്ഷീണിതനുമായ അവന് ഒരു സമയത്ത് തൻ്റെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന നിലയിൽ പോലും എത്തിച്ചേരേണ്ടതായിട്ട് വന്നു. പക്ഷേ ആ നിലയിലും തൻ്റെ മനസാന്നിധ്യം വിടാതെ ധ്യാനാഭ്യാസം തുടരുവാൻ തീരുമാനിക്കുകയാണ്. എൻ്റെ രക്തം ഒരുപക്ഷെ വറ്റി പോകുമായിരിക്കും, ഒരുപക്ഷെ എൻ്റെ മാംസം ചീഞ്ഞു പോകുമായിരിക്കും, അസ്ഥികൾ ഒരുപക്ഷെ പൊട്ടിപ്പോകുമായിരിക്കും. എന്തൊക്കെ സംഭവിച്ചാലും നിർവ്വാണം സാധ്യമാകുന്നത് വരെ ഞാൻ ഈ സ്ഥലം വിട്ടു പോകില്ല. അങ്ങനെ പറയുകയാണ് സിദ്ധാർത്ഥൻ. അപ്പം ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.